അങ്ങനെ ഇന്നാണ് ഓണപ്പരിപാടി. അപ്പം ബീട്രൂട്ട് കാണിച്ചാൽ ഇന്നിപ്പോൾ ഓണപ്പരിപാടിൻ്റെ കാര്യം പറയണ വിചാരിക്കണ്ടോ നിങ്ങൾ? വേറൊന്നുമല്ല, ഇന്ന് ഓണപ്പരിപാടിക്കുള്ള ഒരു സദ്യയിലെ ഒരു വിഭവം കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഓരോ കുട്ടികളും ഓരോ വിഭവം കൊണ്ടുവന്നിട്ട് ഒരു വലിയ സദ്യ ഒരുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ കൊണ്ടുപോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പം നമുക്ക് നേരെ അത് ഉണ്ടാക്കിയാലോ? അതിക്ക് ആവശ്യത്തിന് ബീട്രൂട്ട് ഞാൻ കുറേ എടുത്തിക്കണ്, കുറേ ആൾക്കുള്ളതായതുകൊണ്ട് കുറേ എടുക്കണം. അത് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു പാനിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഇതേപോലെ ഇറക്കി കൊടുക്കണം. നിങ്ങൾ വിചാരിക്കണ്ടാവും എൻ്റെ ശബ്ദത്തിന് എന്താ ഒരു വ്യത്യാസം എന്ന്. എനിക്ക് ജലദോഷവും കൊരൊക്കെ ആയതുകൊണ്ടാട്ടാ വ്യത്യാസം. പിന്നെ അപ്പോത്തിന് ഇത് തിളച്ച് വന്നിങ്ങനെ ഇനി ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം. അതിക്ക് ആവശ്യത്തിന് തേങ്ങ, ചെറിയ തേങ്ങ അരിക്കണം കേട്ടോ. പിന്നെ കടുക് കുറച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു 4 മുളകും കൂടി ഇട്ടെടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പം നല്ലപോലെ അരച്ചെടുത്തിന്. ഇനി നമ്മളെ ബീട്രൂട്ടിക്ക് ഈ അരച്ച് തേങ്ങ ഒക്കെ ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തോളിട്ടാ. പിന്നെ ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മൾ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കണം. ഇളക്കി വന്നപ്പം കളറൊന്നും തീരെ ഇല്ല. എന്താ വെച്ചാൽ കുറേ നമ്മൾ ബീട്രൂട്ട് എടുത്തുകൊണ്ടായിരിക്കും. വീണ്ടും കുറേ തൈര് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുത്തിട്ടാ. അപ്പോൾ ഏകദേശം അവിടെ റെഡി ആയിക്കണേ. ഇനി ഇതിലേക്കുള്ള വറവിടാനുള്ള സംഭവം തയ്യാറാക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ, അതിക്ക് കടുക്, പിന്നെ നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തിക്കണ്. പിന്നെ നമ്മളെ ബീട്രൂട്ട് കഥാണ്ട് ഒഴിച്ചെടുക്കുക. സംഗതി ഇവിടെ സെറ്റ് ആയിക്കണ്. പക്ഷെ ഓണസദ്യ കളറാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂലേ?